അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ മുരളിച്ചേട്ടനുമായുള്ള കല്യാണം നടന്നു. നന്ദു ഒഴിച്ച് എല്ലാവരും വന്നിരുന്നു. ചെറുപ്പത്തിൽ ഗൾഫിൽ പോയതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ശീലങ്ങളൊന്നും എനിക്ക് വശമില്ല. പഴയ സിനിമകളിലൊക്കെ പറയുന്ന പോലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇതിനെവിടെയാ സമയം? പിന്നെ നിന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല, അത് തീർച്ച. എല്ലാം പറഞ്ഞു നാത്തൂമാര്. ഞാൻ PSC എക്സാം 2 എഴുതിയിട്ടുണ്ട്. ജോലി കിട്ടിയാ പോണം. അതിനെന്താ, എന്റെ അഭിപ്രായം അത് തന്നെ. തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും പോവാം. പോവാം. രണ്ട് മാസത്തിനുള്ളിൽ മുരളിച്ചേട്ടൻ തിരിച്ചുപോയി. കൂട്ടുകുടുംബത്തിലെ എല്ലാ കീഴ്വഴക്കങ്ങളും പാലിക്കാൻ ഞാൻ നിർബന്ധിതയായി. PSCക്ക് അപേക്ഷ അയക്കലും ഇന്റർവ്യൂവിന് പോകലും ഒക്കെയായി നടന്ന നാടുകൾ. അതിനിടയില് ശ്രീലക്ഷ്മി പിറന്നു. അവളുടെ 1ാം പിറന്നാൾ കഴിയുന്നതിന് മുൻപേ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി സർവീസിൽ കയറി. മറ്റു കൂട്ടുകാർക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയെന്നറിഞ്ഞെങ്കിലും എവിടെയാണെന്ന് തിരക്കാൻ എന്തോ തോന്നിയില്ല. ആരോടും അധികം ബന്ധപ്പെടാതെ വായനയും ജോലിയും കുടുംബവും ഒക്കെയായി നടന്ന കുറെ നാളുകൾ. പിന്നെ കൊടകര ഓഫീസിൽ ജോയിന്റ് BDO ആയി പ്രമോഷൻ ട്രാൻസ്ഫർ. അവിടുത്തെ ഓർമ്മകൾ എന്റെ ജീവിതത്തിൽ പലതും തിരിച്ചു തന്ന നിമിഷങ്ങളാണ്. അഴിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടന്നു. നമുക്ക് പോയാലോ? ഇത് നാളെ രാവിലെ തരേണ്ട ഫയലാ. നീ അതവിടെ വെക്കേ. ശരി, നാളെ രാവിലെ മേലുദ്യോഗസ്ഥ ചമഞ്ഞ് എന്റെ മേക്കിട്ട് കയറരുത്. ലേറ്റായല്ലോ. ഇന്നിപ്പോ ഇത്രയും വൈകുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് നഴ്സറിയിലൊന്ന് കയറണമെന്നുണ്ട്. നോക്ക്. മാഡം വരുന്നുണ്ടോ? ആ, അത് കണ്ടില്ലേ? ഇത് നോക്കി. അത് തന്നെ. വേഗം വാ. നോക്കി. ആ ചെറിയ രസമുണ്ട്. അത് കണ്ടോ? അതും നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മളന്ന് കണ്ട ആ ചെടിയല്ലേ? അതെ. ഹായ് വീണ, ഇതാണ് ഞാൻ പറഞ്ഞ മേഡം ശ്രീകല. ചെടി വളർത്തലിനൊപ്പം മേഡത്തിന് കവിത എഴുത്തിന്റെ ചില അസ്കിതകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഞാൻ എല്ലാറ്റിനും കൂട്ടുവരണം. എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ. ഈ ഓവർ ടൈം ജോലിക്ക് ആകെ എനിക്ക് കിട്ടുന്നൊരു കോഫിയാ. പോടുന്നു. പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും വീട് അന്വേഷിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം നോക്കുന്നത് നേഴ്സറികളാ. അങ്ങനെ നോക്കണമെങ്കിൽ രേഷ്മയെ പോലുള്ളവരുടെ സഹായം എനിക്ക് ആവശ്യമായി വരും. അതുകൊണ്ടാ ഈ ഐറ്റംസ് എല്ലാം ഈ ആഴ്ച വന്നതാണ്. നോക്കിക്കോളൂ മാഡം. നോക്കൂ. നോക്കാം. ശരി. അതവിടെ എങ്ങനെ കിട്ടിയോ? ഓക്കെ. നോക്കി. നമുക്ക് ഇത് 2 എടുത്താലോ? പിന്നെ അതെ, അതും കൂടെ. പിന്നെ വേറെന്താ എടുക്ക? വേറെ ഇത് കൊള്ളല്ലേ? ശ്രീകല, അന്ന് രേഷ്മ പരിചയപ്പെടുത്തിയ വീണ നന്ദുവിന്റെ ഭാര്യയാണെന്നറിഞ്ഞത് പിന്നീടാണ്. നന്ദുവുമായുള്ള കണ്ടുമുട്ടലുകൾക്ക് ശേഷം പിന്നീട് അവനെ വിളിച്ചാൽ കിട്ടാതെയായി. വല്ലപ്പോഴും കളക്ട്രേറ്റ് വെച്ച് കാണും, അത്ര തന്നെ. മുരളിച്ചേട്ടൻ ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. വീണ്ടും ജീവിതം ഒരു സീരിയലിലെ അടുത്ത എപ്പിസോഡ് പോലെ മുന്നോട്ടു പോയി.
ശരി. ഓക്കെ. നാഥൻ, ഭാമേ, അവിടെ വെച്ചോളൂ. ഇപ്പൊ നിന്നെ കണ്ടപ്പോ നീ അന്ന് മാഗസിനിൽ എഴുതിയത് പലതും ഓർമ്മ വന്നു. പച്ചമരങ്ങൾ നിറഞ്ഞൊരു താഴ്വരയിൽ വെച്ച് നിനക്ക് തരാൻ വേണ്ടി മാത്രം ഞാനൊരു പുസ്തകം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? പിന്നെ ഒറ്റയ്ക്കിരിക്കുമ്പോ വേറെന്തോർക്കാന്? കെട്ടിയവനാണെങ്കിൽ ഗൾഫിൽ, പിന്നെ PWDയിലെ ജോലി, അതൊരാശ്വാസമാ. അതൊക്കെ പോട്ടെ, നീ പറ. എന്റെ കാര്യം, ഇവിടുത്തെ ഫെഡറൽ ബാങ്കിന്റെ ടൗൺ ബ്രാഞ്ചിൽ 2 ദിവസം മുമ്പ് ഞാൻ ജോയിൻ ചെയ്തതേ ഉള്ളൂ. പിന്നെ വൈഫ് ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ടീച്ചറാ. കുട്ടികൾ 2. അമ്മ മരിച്ചു. വലിയ അല്ലലില്ലാതെ അങ്ങ് പോകുന്നു. പിന്നെ നമ്മുടെ പഴയ ഗ്യാങ്ങിൽ ആരെങ്കിലുമൊക്കെ കാണാറുണ്ടോ? ശ്രീകല മാത്രം ഇടയ്ക്ക് വിളിക്കും. ധനലക്ഷ്മി വല്ലപ്പോഴും. നന്ദുവിനെ ഇടയ്ക്ക് ടൗണിൽ വെച്ച് കണ്ടിരുന്നു. എന്നാലും അന്നത്തെ പോലെ ഒരടുപ്പം ആരുമായിട്ടും ഇല്ല. നിന്റെ എഴുത്തിപ്പോഴും ഉണ്ടോ? ഹേ, കോളേജ് വിട്ടപ്പോൾ എഴുത്തും വിട്ടുപോയി. ഓൺലൈൻ കുറച്ചൊക്കെ. എന്റെ വായന മിക്കപ്പോഴും യാത്രയില്ല. അതുകൂടി ഇല്ലെങ്കിൽ നിനക്ക് പോകാൻ സമയമായോ? ഇനി ബസ് പിടിച്ചങ്ങ് ചെല്ലുമ്പോഴേക്കും ഒരു നേരം ആവുന്നേ. വീട്ടിൽ ചെല്ലുമ്പോൾ 7 മണിയാവും. നീ വിളിക്ക്. ഒരു ദിവസം എല്ലാരെയും കൂട്ടി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എല്ലാവർക്കും ഒരു സന്തോഷമാവും. അടിപൊളിയായിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒരു ട്രിപ്പ്. അതെന്തായാലും നന്നായിരിക്കും. അത് കൊള്ളാം. അതെ, നമ്മുടെ ശ്രീകലയുടെ നമ്പർ വാട്സാപ്പ് ചെയ്യണേ. കോളേജ് വിട്ടതിൽ പിന്നെ അവളെ കണ്ടിട്ടില്ല. അയക്കാം. നീ വിളിക്ക്. പോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നീ എനിക്ക് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ എന്ന പുസ്തകം സമ്മാനിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു.